മീഡിയാസിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരിൽ ഭ്രമയുഗത്തിന് ഗംഭീരമായിട്ടുള്ള ഡിമാൻഡ് കൂടുന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ഷോ കൗണ്ടുകൾ കൂട്ടുന്നു. 56 ഷോകളിൽ നിന്ന് 96 ഷോകളിലേക്കാണ് ഉയർത്തുന്നത്. കാണുന്നിടത്ത് അല്ലെങ്കിൽ തിയേറ്ററുകളിലെല്ലാം തന്നെ കൊടും തീ എന്ന് തന്നെ പറയാം. ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസാണ് 49 എണ്ണം കാണുന്നത്. 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ രീതിയിലാണ്. അതായത് 2-ാം ദിവസം തന്നെ 96 ഷോകളിൽ 49ഉം ഓൾമോസ്റ്റ് ബുക്ക്ഡ് ആയി കഴിഞ്ഞു. അമ്മാതിരി ഹ്യൂജ് ഡിമാൻഡാണ്. കാന്താര എന്താണ് മലയാളിക്ക്, അതേപോലെയാണ് ഇപ്പോൾ കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഭ്രമയുഗം എത്തിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നുകൊണ്ട് മാത്രം സിനിമ ആ റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, സിനിമ ആളുകളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എങ്ങനെ കാണുമെന്ന് ചോദിച്ചവരോട് ഇനിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മതി എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം. അതായത് നമ്മൾ ഈ ഒരു മനയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരവസ്ഥ. സിനിമ തിയേറ്ററുകളിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ അറിയാതെ ആ ഒരു മനയിലേക്ക് മമ്മൂട്ടി സ്വാഗതം ചെയ്യുന്നു, അല്ല കൊടുമൺ പോറ്റി സ്വാഗതം ചെയ്യുന്നു. അവിടേക്ക് നമ്മളും എത്തുന്നു ഒരു കാഴ്ചക്കാരനായി. ആ 4 പേരിൽ ആരും അവരറിയാതെ ഒളിഞ്ഞിരുന്ന കാഴ്ചകൾ കാണുന്ന കാഴ്ചക്കാരനായി. അവസാനം തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ മാത്രം ആ ഒരു പരവകായ പ്രവേശം നമ്മളും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഭ്രമയുഗത്തിൻ്റെ ഡിമാൻഡ് കാരണം നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ഗംഭീര സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രമയുഗം PCX സിനിമാസിലെത്തുന്നു. അതായത് ഈ ഏറ്റവും വലിയ ഒരു തിയേറ്ററുകളിൽ ഒന്നാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ തെലുങ്കാനയിലുള്ള അവിടെ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു ഞായറാഴ്ച എന്നുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങളൊന്ന് വായിക്കാം. ഭ്രമയുഗം, ഫോർ ഓൾ യുവർ റിക്വസ്റ്റ് വി ഹാവ് കൺസിഡർഡ് ആൻഡ് ആഡഡ് 1 ഷോ അറ്റ് PCX ഓൺ സൺഡേ അറ്റ് 9:45 AM. എൻജോയ് ദ ഫ്ലാറ്റ് കണ്ടന്റ് വിത്ത് അറ്റ്മോസ് ആൻഡ് സബ്ടൈറ്റിൽ. വാട്ട് എൽസ് ഡു യു നീഡ് ടു എൻജോയ് ദ എപ്പിക് ഭ്രമയുഗം. അങ്ങനെയാണ് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത്. അതെ, ഒരു രക്ഷയും ഇല്ലാത്ത കാര്യമാണ്. മറ്റൊരു കാര്യം ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്, ജോക്കറിൽ ആ ഒരു നടൻ ചെയ്ത ഒരു പെർഫോമൻസ്, അതിനോടാണ് ഇപ്പോൾ മമ്മൂട്ടിയെ ഉപമിക്കുന്നത്. ആ റേഞ്ച് തന്നെയാണ്, ഒരു കൊലച്ചിരി തന്നെയാണ്, ഒരു 1.5 കൊലച്ചിരിയാണ് ഈ സിനിമയിൽ പോകുന്നത്. എന്താണേലും ആദ്യ ദിനം കേരള കളക്ഷൻ 3 കോടിക്ക് മുകളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ 60 ലക്ഷത്തിന് മുകളിലും വരുമ്പോൾ വേൾഡ് വൈഡ് മലയാളത്തിനെ ഞെട്ടിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന 4.25 കോടിക്ക് മുകളിൽ മൊത്തം 7.7 കോടി 70 ലക്ഷത്തിന് മുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണേലും നമുക്ക് കാത്തിരിക്കാം. നാളെ വേണമെങ്കിൽ ടിക്കറ്റ് വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുക. പലയിടത്തും ഓൾമോസ്റ്റ് ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു. ബാംഗ്ലൂർ തീയാണ് മമ്മൂട്ടി പരത്തുന്നത്. അതെ, മലയാള സിനിമയ്ക്ക് ചരിത്ര മുഹൂർത്തം സൃഷ്ടിച്ചുകൊണ്ട് മലയാളികളുടെ മമ്മൂട്ടിയുടെ ഭ്രമയുഗം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രീപ് മീഡിയ.